ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മിൽ പലരും പലവിധ പ്രശ്നങ്ങൾ കാരണം ഒരു സ്വാതന്ത്ര്യമില്ലാതെ, സമാധാനമില്ലാതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വിഷമത്തിലും ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും കഴിയുന്നവരാണ്. പ്രതീക്ഷകൾ തകർക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ? ഞാൻ ഇത്രനാൾ പ്രാർത്ഥിച്ചിട്ട് അതിന് ഫലമില്ലേ? പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് ആരെങ്കിലും ചിന്തിക്കാൻ ഇടയുള്ള ഈ സാഹചര്യത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനും അത് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സന്തോഷകരമായ ജീവിതം, നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകണമെന്നാണ് കർത്താവിൻ്റെയും ആഗ്രഹം. നീതിനിഷ്ഠമായ പ്രവർത്തനം നമ്മെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് പ്രാപ്തരാക്കുന്നു. അനീതിയും അക്രമാസക്തവുമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമ്മെ അയോഗ്യരാക്കുന്നു. കർത്താവിൻ്റെ വഴിയിൽ വ്യാപരിക്കുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ വഴി നമ്മുടെ നന്മയ്ക്കായി ആദ്യം മുതലേ സജ്ജമാക്കിയ വഴിയാണ്. ആ വഴി നമുക്ക് ക്ലേശകരമായി തോന്നാം, എന്നാൽ അത് ജീവനിലേക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വഴിയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നാം കടന്നു പോകുന്നത് എങ്കിൽ, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ, എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്ന് ഓർത്തു നോക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ വഴിയിൽ കൂടി മുന്നേറി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, നാളത്തെ നിയോഗങ്ങളെ, നമ്മുടെ വേദനകളെ, ഭയം, വിഷമങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ഇവയെല്ലാം മാറ്റാൻ പ്രാപ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ എന്ന ബോധ്യം നമ്മെ പ്രാർത്ഥിക്കാൻ ശക്തിപ്പെടുത്തട്ടെ. കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ, വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് വിശ്വസിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം വിശ്വസിക്കുന്നത് നമുക്ക് നടക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകുവാൻ, അപകടങ്ങൾ ഇല്ലാതാകുവാൻ, ക്ലേശകരമായ പ്രയാസങ്ങളെ അതിജീവിക്കാൻ, ബദ്ധപ്പാടുകളും ദാരിദ്ര്യവും കടബാധ്യതകളും രോഗപീഠകളും വേദനയും നിസ്സഹായതയും നിരാശയും ഭയവും എടുത്തുമാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ഞാൻ എവിടെയാണ് നീങ്ങിപ്പോയത് എന്ന് ഓർത്ത് പശ്ചാത്തലത്തോടെ, അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് കർത്താവിൽ നിന്നും ഉത്തരം ലഭിക്കും. വിശ്വസിക്കുക. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തല വലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച്
അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരുമുണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ, അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു. യാക്കോബ് ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നു, കർത്താവിന് ക്ഷമയറ്റോ? ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികളോ? നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു രാത്രി കൂടെ നിന്റെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതിനെയും അനുവദിക്കുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ, കാരുണ്യത്തോടെ നീ ഞങ്ങളെ കടാക്ഷിച്ചു. നീ ഞങ്ങളുടെ വഴികളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു. ഞങ്ങളുടെ വഴികളിൽ നീ കാത്തു പരിപാലിച്ചു. അതിനായി ഈ രാത്രിയിൽ നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ഈ സഹോദരീ സഹോദരങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാകണമേ. കർത്താവേ, ഇപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന, അവർ അനുഭവിക്കുന്ന അപ്രതീക്ഷിതമായ നിരാശകൾ, പ്രയാസങ്ങൾ, പ്രത്യാഘാതങ്ങൾ, പാപക്ലേശങ്ങൾ, അടിമത്തം, നിസ്സഹായ അവസ്ഥ, കർത്താവേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ പുതിയ പ്രതീക്ഷയായി, പ്രത്യാശയായി വരണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ വന്നു ഭവിച്ച തെറ്റുകൾ, കുറവുകൾ, തിന്മകൾ, പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഞങ്ങൾ ദുരുപയോഗിച്ച വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ, അവസരങ്ങൾ, ഇവയെല്ലാം കാരണം ഞങ്ങളുടെ ജീവിതം ക്ലേശകരമായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പൂർവികരിലൂടെയും ഞങ്ങളിലൂടെയും അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവെ, തെറ്റായ ജീവിത രീതിയിൽ കൂടി ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ തെറ്റായ അറിവിന്മേലുള്ള ഞങ്ങളുടെ അധ്വാനം, തെറ്റായ അറിവിന്മേൽ വിചാരത്താലുള്ള ഞങ്ങളുടെ പ്രയത്നം, ഞങ്ങളുടെ ജീവിതം എല്ലാം തന്നെ തകിടം മറിയുന്ന ഈ അവസ്ഥയിൽ കർത്താവെ, നിന്നിലേക്ക് ഞാൻ വീണ്ടും നോക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഈ മക്കളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. ഇത് ഞങ്ങളുടെ തെറ്റായ വഴികളിൽ നിന്ന്, ഞങ്ങളുടെ തിന്മയുടെ ജീവിതത്തിൻ്റെ ഫലം അവിടുന്ന് കൊടുത്തു തീർത്തു. എന്നാൽ കർത്താവെ, വീണ്ടും ഞങ്ങൾ പാപാസക്തമായ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നു. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ മാർഗം ഏതാണ്, ദൈവത്തിൻ്റെ മാർഗം എന്താണ്, ദൈവത്തിൻ്റെ വഴി ഏതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്നൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആലോചിക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്കാവശ്യം ഞങ്ങളുടെ വഴി സുഗമമാകണം, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കണം, ഞങ്ങളുടെ ചിന്തകൾ അത് സാധിച്ചെടുക്കണം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തണം. ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണം. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നൽകുന്ന വ്യക്തി ദൈവമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഞങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് കർത്താവെ ഞങ്ങൾ അങ്ങയിലേക്ക് വീണ്ടും അടുക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ നല്ല സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിക്കുന്നു. അതിനാൽ തന്നെ ദൈവമേ, അങ്ങയെ മറന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സന്തോഷം ഇന്ന് ഞങ്ങളിൽ കെട്ടുപോയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങൾ കാരണം കർത്താവെ, വീണ്ടും ഞങ്ങൾ ദൈവമാർഗത്തിൽ ചരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. ഈ രാത്രിയിൽ കർത്താവെ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കരുണ തോന്നി പാപങ്ങൾ പൊറുക്കുന്നവനായ ദൈവമേ, വീണ്ടും ഒരവസരം കൂടി നൽകി ഈ മക്കളെ നീ കരകയറ്റണമേ.
യഥാർത്ഥ സ്വാതന്ത്ര്യം, പുത്രന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നിന്നിൽ നിന്ന് അനുഭവിച്ച് നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും ആ വാഗ്ദാനങ്ങൾ അനുസരിച്ച് നിന്റെ വചനം അനുസരിച്ച് പ്രാർത്ഥനയിൽ ഭക്തിയിൽ ജീവിക്കുവാനും നിന്റെ ഇഷ്ടം അത് അറിയാനും അനുസരിക്കാനും ശക്തി ലഭിച്ച് ഞങ്ങൾ ജീവിച്ചു തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾക്കും പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നീ എല്ലാം അറിയുന്നവനാണ്. നീ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ സന്നിധിയിൽ നിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് ഞങ്ങൾക്ക് കോട്ടം പറ്റിയത്? ഇത് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. എങ്ങനെയാണ് ഈ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം ജീവിക്കേണ്ടത്? എങ്ങനെയാണ് പുത്രസ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം ആസ്വദിക്കേണ്ടത് എന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നീ സംസാരിക്കണമേ. കർത്താവേ, ജീവന്റെ വഴിയായ നിന്റെ വഴി തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുറവുകൾ കാരണം, ബലഹീനതകൾ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ, സമാധാനം, സന്തോഷം ഇവയെല്ലാം യേശു നാമത്തിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ച് യേശുവിൻ്റെ അനുഗ്രഹത്താൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലെ നീ ഞങ്ങളോട് കൃപ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനയും നിസ്സഹായതയും ദുഃഖവും ആകുലതകളും ഭയവും ഞങ്ങളുടെ ദാരിദ്ര്യവും കടബാധ്യതയും രോഗപീഠകളും അസ്വസ്ഥതയും ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വീണ്ടും ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ വീണ്ടും വിടുവിച്ച് ഞങ്ങൾക്ക് നന്മയായുള്ളത് നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവേ, നിന്റെ കാരുണ്യം ഞങ്ങളെ വലയം ചെയ്യട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ, ഈ മക്കളുടെ മേൽ നിന്റെ പ്രത്യേക അഭിഷേകം ചൊരിയണമേ. ഇവരെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ അഭിഷേകം, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിഷേകം നൽകണമേ. വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അഭിഷേകം നൽകണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ, ഈ ആഴ്ചയിലെ, ഈ പുതിയ ആഴ്ചയിലെ ഓരോ ആവശ്യങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ചാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് മനസ്സ് നൽകി ഇതുവരെ സംഭവിച്ചതെല്ലാം, ഇനി സംഭവിക്കുന്നതെല്ലാം, ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ നീ സ്വീകരിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ പ്രയാസങ്ങളിൽ നീ കൂടെ നിന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളത്തെ പ്രഭാതം നന്മയുടെ ദിവസമാകാൻ, നാളത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാകാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, പ്രാർത്ഥിച്ചത് നടക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, ദുഷ്ടാരോപികളുടെ അക്രമങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളട്ടെ. നമ്മുടെ വസ്തുവകകൾക്കുമേൽ, നമ്മുടെ സകലത്തിന്മേലും കർത്താവിൻ്റെ കരം ശക്തമായി നമ്മെ അനുഗ്രഹിക്കട്ടെ, കാത്തു സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും, ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.